കർഷകർക്കുള്ള ആദരം സംഘാടക സമിതിയായി. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. പയ്യന്നൂർ നഗരസഭാ കൃഷിഭവൻ ചിങ്ങം 1 കർഷക ദിനത്തിൽ നഗരസഭക്കകത്തെ മികച്ച കർഷകരെ ആദരിക്കുന്ന പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. വെള്ളൂർ ചന്ദൻകുഞ്ഞി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ജയ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ KV ഷീന പരിപാടി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സജിത, TP സമീറ, കൗൺസിലർമാരായ E. ഭാസ്കരൻ, E. കരുണാകരൻ, T. ദാക്ഷായണി, K. ചന്ദ്രിക, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP. ജീവാനന്ദൻ എന്നിവർ സംസാരിച്ചു. ആഗസ്റ്റ് 17 ചിങ്ങം 1 കർഷക ദിനത്തിലാണ് നഗരസഭക്കകത്തെ 3 വില്ലേജുകളിൽ നിന്നായി തെരഞ്ഞെടുക്കുന്ന മികച്ച കർഷകരെ ആദരിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് എക്സിബിഷൻ, സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും. സംഘാടക സമിതിയുടെ ചെയർമാനായി കൗൺസിലർ E. ഭാസ്കരനെയും കൺവീനറായി VK കൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.